ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന. പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എൻ്റെ ക്രിസ്തീയ വന്ദനം. ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്ന സ്വഭാവപ്രസംഗിയിൽ, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലം നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ വചനം സദൃശ്യവാക്യം 20 ഹല്ലേലൂയ 1 വാക്യം, മദ്യം വീഞ്ഞ് പരിഹാസ്യം, മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതും ഞാൻ പറഞ്ഞതല്ല, സത്യവേദ പുസ്തകം, ആമേൻ, വിശുദ്ധ ബൈബിൾ സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്നത് 20 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA, എന്തൊക്കെ പേരിലാണോ നമുക്ക് TV-യും പത്രമാസികളൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാർ തൂഫാൻ എന്ന പരിപാടിയിൽ കൂടി എത്രയോ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എത്രയോ സഹോദരന്മാരുടെ കേസുകൾ ഇപ്പോൾ പിടിച്ച് ഇരിക്കുന്നു. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത് കരയുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളെ ഓർത്ത് കരയുന്ന, ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവസഭയിലെ, നിങ്ങളുടെ ദൈവഭക്തന്മാർ, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിലെ, നിങ്ങളുടെ വിശ്വാസ സമൂഹത്തിലെ പുരോഹിതന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടേതായ, ഞാനത് ഒരു മതത്തിൽ വെച്ചെന്നല്ല പറയുന്നത്, എല്ലാ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ എല്ലാ ജാതികളിലും, ഏത് ഇതെടുത്താലും അതിലെല്ലാം മദ്യപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ഇന്ന് ഇതിനടിമകളായിരിക്കുകയാണ്. ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ഈ തെരുവോരങ്ങളിൽ നിന്ന് ഇത് വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ശരീരം എല്ലാം നശിക്കുകയും, പ്രത്യേകിച്ച് ഹല്ലേലൂയ, നിങ്ങളുടെ നല്ല യൗവനകാലം ഈ നാശമായിരിക്കുന്ന, ഈ നശിപ്പിക്കുന്ന ഈ മദ്യപാനം മൂലം നിങ്ങളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ആരോഗ്യവും, നിങ്ങളുടെ സൗന്ദര്യവും, അതുപോലെ തന്നെ നിങ്ങളുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗവും ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് രോഗം നിമിത്തം, ഈ മദ്യപാനത്തിൽ നിന്ന്, കെടുതികളിൽ നിന്നുണ്ടായ രോഗം നിമിത്തം, മരണക്കിടക്കയിലോ രോഗക്കിടക്കയിലോ ആയിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊന്നും വേണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എൻ്റെ യൗവനക്കാരായ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇതൊന്നും നിങ്ങളുടെ ശരീരത്തിനോ, നിങ്ങളുടെ മനസ്സിനോ, നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങൾക്കോ ഒരു നല്ല കാര്യമായി തീരത്തില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, സത്യവേദ പുസ്തകം അത് പറയുന്നു. മദ്യം ഒരു കാരണവശാലും ഒരു സമാധാനം നൽകത്തില്ലെന്ന്. ഒരു പാട്ടിൻ്റെ 2 വരികൾ ദൈവസന്നിധിയിൽ ഞാൻ പാടിയാണ്. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. മാധ്യമോ മയക്കുമരുന്നോ, മതമോ രാഷ്ട്രീയമോ, മാധ്യമോ മയക്കുമരുന്നോ, മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ? ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉലയും സോദരരെ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക, നിന്റെ യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക.
ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. അതേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ സന്തോഷിക്കുന്നത് മദ്യത്തിലും മയക്കുമരുത്തിലും ലോക ഇമ്പത്തിലും ലോക സുഖത്തിലും ആമേൻ. ചിലർക്ക് രാഷ്ട്രീയമാണ് ആമേൻ മദ്യപാനത്തെക്കാളും ഇതായിട്ടിരിക്കുന്നത്. എല്ലാം വേണം. പക്ഷേ മദ്യപാനം അത് ആപത്താണ് മക്കളെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്ക്, നിങ്ങളുടെ കോളേജുകൾക്ക്, ഹല്ലേലൂയ, നിങ്ങളുടെ സഹപാഠികൾക്ക് അത് നിങ്ങൾ ദോഷമുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിത സഹോദര കുഞ്ഞുങ്ങളെ ആമേൻ, നിങ്ങളത് ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് നല്ലതല്ലത്. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ, സർവശക്തനായ ദൈവം ആമേൻ നിങ്ങളെ ഓർത്ത് ആമേൻ കരുതുന്ന, നിങ്ങളെ ആമേൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു കുടുംബം നിങ്ങൾക്കുണ്ട്. മാതാപിതാക്കന്മാരുണ്ട്, അവരെ നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ഹല്ലേലൂയ തിരുവചനത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഹല്ലേലൂയ 5:11 മുതലൊക്കെ വായിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 5:20 വാക്യം ഇതൊക്കെ വായിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. സമയം അധികം പോകുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ടായതിനാൽ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ഇമ്പത്തിലും ലോകത്തിൻ്റെ സുഖത്തിലും ആമേൻ ഓർക്കാതെ യേശു ക്രിസ്തു രാജാതിരാജാവായി കർത്താവായി വേഗം വരുന്നു. ആ രക്ഷകൻ ആമേൻ പറഞ്ഞു ഹല്ലേലൂയ ആമേൻ ആമേൻ വഴിയും സത്യവും ജീവനുമായി യേശു ക്രിസ്തു പോയതുപോലെ വേഗം വരും. കർത്താവായ യേശു ക്രിസ്തു സ്നേഹമാണ് മക്കളെ, കുഞ്ഞുങ്ങളെ. കർത്താവ് സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ ആമേൻ കർത്താവ് ഹല്ലേലൂയ മനുഷ്യന് ഹല്ലേലൂയ ദൈവിക ജ്ഞാനം അവൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ തൻ്റെ ഹല്ലേലൂയ ആത്മാവിനെ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവ് വരാറായി ഒരുങ്ങാൻ കാത്തിരിക്കാം. വിശുദ്ധിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങളെൻ്റെ കുഞ്ഞുങ്ങളാണ്. ആമേൻ. നിങ്ങളൊന്ന് കേൾക്കുമോ? ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു മക്കളെ. ഹല്ലേലൂയ.